അപ്പൊ മച്ചന്മാരെ തമ്മിലേയും കണ്ടു കാണാമല്ല. ഒന്നും ഈ പടത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്നുണ്ട്. പടത്തിന്റെ ഒരു കുറച്ച് പോസിറ്റീവ് സൈഡ് ഉണ്ട്, അത് മാത്രം ആദ്യം പറയാം. അത് കേൾക്കുമ്പോഴെങ്കിലും പടത്തെ ഇച്ചിരി ഇൻട്രസ്റ്റ്. അതിന് നമ്മൾ അധ്വാനിക്കുന്ന പൈസ ആണ്, അത് ഏതൊക്കെ രീതിയിൽ ചെലവാക്കണമെന്ന് നമുക്ക് അറിയാം. പക്ഷെ ഇത് കണ്ടിട്ട് നിങ്ങൾ ആ പടം കാണണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ്. ആ പടം കണ്ട് അല്ലെങ്കിൽ എന്റെ തിരുവോണം പോയി ആ ഒരു സിനിമ കണ്ടതോടെ ഒരു ഉച്ച വരെ എനിക്ക് ഓക്കെ ആയിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് ആ തിരുവോണത്തിന്റെ ആ മൊത്തത്തിൽ തകർത്തെന്ന് പറഞ്ഞാൽ മതി. ടോക്സിക് മൂവിനെ പറ്റിയാണ് പറയുന്നത്. യാഷ്, റോക്കി സ്റ്റാർ യാഷ് KGF മൂവിക്ക് ശേഷം നായകനായിട്ട് അതൊരു 3-4 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഇത്ര നാളായി അദ്ദേഹത്തിന്റെ ഒരു സിനിമ വന്നിട്ട്. അപ്പൊ പറയാല, അദ്ദേഹത്തിന്റെ ഒരു ആരാധകനായി പോകുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് നമ്മള് KGF മൂവീസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. എല്ലാവരും സത്യം പറഞ്ഞ ഒരു പാൻ ഇന്ത്യൻ ആക്ടർ എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് എത്തിക്കുന്ന തരത്തിലുള്ള മൂവിയാണെന്ന് KGF എന്ന് പറയുന്നത്. എന്ത് പറയാൻ, നമ്മളെ ഈ പ്രഭാസിന്റെ കാര്യം പറഞ്ഞ പോലെ പ്രഭാസ് ബാഹുബലി ഇറങ്ങിയപ്പോ ഇത്തിരി നല്ല ഹൈപ്പ് കയറിയിട്ടുണ്ട്. അത് ഒരു പാൻ ഇന്ത്യൻ ആക്ടർ, പിന്നെ ഒരു ആരാധക ഒരു കൂട്ടായ്മ തന്നെ നമ്മുടെ പ്രഭാസിന്റെ പുറകെ തന്നെ വന്നു. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരാൾക്ക് സംഭവിച്ചിരിക്കുകയാണ്. പ്രഭാസിന് അതങ്ങനെ ഒരു ബാഹുബലി വന്നതിന് ശേഷം പിന്നെ വന്ന പടമൊക്കെ ഒട്ടുമിക്ക 3 പടത്തോളം അടുപ്പിച്ച് ഫ്ലോപ്പാ വന്നത്. അപ്പൊ തന്നെ ഒരു പാൻ ഇന്ത്യൻ ആക്ടർ എന്നുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്നു, അത് കളഞ്ഞു കുളിച്ചെന്ന് പറഞ്ഞാൽ മതി. അതേപോലെ തന്നെയാണ് ഇവിടെ റോക്കി ബൈക്കും സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മലയാളികൾക്ക് തന്നെ നാറ്റക്കേസ് ഉണ്ടാക്കുന്നത് ഗീതു മോഹൻദാസ് ആണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതാണ് ഇപ്പം വേറെ ഏതെങ്കിലും ഡയറക്ടർ ആണെങ്കിൽ നമുക്ക് പറയായിരുന്നു. ഇതിപ്പോ എന്ത് പറഞ്ഞാലും നിങ്ങളല്ലേ ഇത്, നിങ്ങളുടെ മലയാളിയായിട്ടുള്ള ഡയറക്ടർ അല്ലേ എന്ന് ചോദ്യം വരില്ല. ഇത് പറയാനുള്ളതെന്ന് വെച്ചല്ലേ, എന്തിന് യാഷ് നിങ്ങൾ ഈ ഡയറക്ടറെ ഷൂട്ട് ചെയ്തെന്ന് ചോദിക്കാണല്ലോ, എന്തിന് ചൂസ് ചെയ്തു? സത്യം പറയാനല്ല, ഗീതു മോഹൻദാസ് ചെയ്തിരിക്കുന്ന സിനിമകളെല്ലാം അത്യാവശ്യം ഇറങ്ങിയ 3-4 സിനിമ മൊത്തം ഡയറക്ടറുടെ സൈഡിൽ നിന്ന് ചെയ്തിട്ടുള്ളൂ. മിക്ക പടം അത്യാവശ്യം ഒരു ആവറേജ് പൊട്ടപ്പടം ആ ലെവലെയാണ് എല്ലാം വന്നിരിക്കുന്നത്. എനിക്കറിയാൻ മേല, ഞാൻ നോക്കിയിട്ട് എനിക്ക് കണ്ടതിൽ ഏറ്റവും മോശം എന്ന് പറയാനുള്ളത് ഇപ്പൊ ടോക്സിക് ആണ് ആ ഒരു കാറ്റഗറിയിൽ പെട്ട്. അല്ലെങ്കിൽ ഗീതു മോഹൻദാസ് ഡയറക്ട് ചെയ്ത മൂവീസിന്റെ നോക്കുമ്പോ ടോക്സിക് അത് 500 കോടി 650 കോടി എങ്ങാണ്ടാണ് ബഡ്ജറ്റ് വന്നിങ്ങനെ തോന്നുന്നത്. എന്റെ പൊന്ന്, 500 കോടിയുടെ കാട്ടപരാധം. ഇതേ പറയാനുള്ള 500 കോടിക്ക് എന്നാ വിലക്ക് വെച്ചിരിക്കടാ. ഇത് ഡയറക്ടർ ഈ പ്രൊഡ്യൂസറിനെ എങ്ങനെ ഇംപ്രസ് ചെയ്തു? ഈ സിനിമ എന്നെ പറയാനാ, ഫസ്റ്റ് സോറി നമ്മൾ നെഗറ്റീവ് സൈഡ് പറയാനുള്ള, പോസിറ്റീവ് സൈഡ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി, പിന്നെ പറയാനുള്ളത് പിന്നെ ഇതിന്റെ ഓരോ വിഷ്വൽസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പോലെ ഇടുന്നുണ്ട്. വിഷ്വൽ ഡിപ്പാർട്ട്മെന്റും എല്ലാം പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സീനും എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ക്യാമറമാന്റെയും ഡയറക്ഷന്റെ സൈഡ് എങ്ങനെയാന്ന് ചോദിച്ചാൽ എന്നാ പറയാനാ, ഡയറക്ടർ ഓക്കെ കുഴപ്പമില്ല. ഡയറക്ടിങ് സൈഡ് എന്താ പറയാ, നമ്മള് കണ്ടിട്ടില്ലാത്ത ഒരു മേക്കിങ്സ് അല്ലേ, ബഡ്ജറ്റ് വരുമ്പോ ഉണ്ടല്ലോ അതുപോലെ തന്നെ മേക്കിങ്ങും അതുപോലെ തന്നെ ഇൻക്രീസ് ആവൂല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എന്താ പറയാ, എന്താണ് ക്യാമറ ആംഗിൾ ആണെങ്കിലും ഓരോ ഫ്രെയിമും അമ്മാതിരി ഫ്രെയിം എഫക്റ്റ് ആണ് പോകുമ്പോൾ ആ കിടില ഫ്രെയിമാണ്. അത് ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു സീനാണെങ്കിൽ ആ സീന് വരുന്ന ഓരോ വിഷ്വൽസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ, രവി ബസ്രൂർ ഇതിന്റെ പൊന്നേടെ ഇയാളെ സത്യം പറഞ്ഞാൽ നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടർമാരുണ്ട്. രവി ബസ്രൂറിനെ നല്ലപോലെ യൂസ് ചെയ്തിട്ടുള്ള ടീം എന്ന് വെച്ചാൽ KGFന്റെ അകത്ത് നമ്മുടെ പ്രശാന്ത് നീൽ, അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെ എവിടെയൊക്കെ കൺട്രോൾ ചെയ്യണം, എവിടെയൊക്കെ കൺട്രോൾ നിർത്തണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ പെർഫോമൻസ്, അതുപോലെ തന്നെ മ്യൂസിക് ആണെങ്കിൽ എല്ലാം പക്കയായിട്ട് ചെയ്തു വെക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അങ്ങനെ അഴിച്ചു വിടരുത്. സത്യം പറഞ്ഞ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ മഹാലംഭാവും. അതാണ് കുഴപ്പം പുള്ളിയുടെ, അഴിച്ചു വിടരുത്. അതുപോലെ തന്നെ യൂസിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് പറയാ നമ്മുടെ ബ്ലാസ്റ്റ്. അതിൻ്റെ അകത്ത് രവി ബസ്രു ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്ന കേട്ടപ്പോ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോയി തന്നെ പറഞ്ഞാൽ മതി. അമ്മാതിരി ലെവലിൽ മ്യൂസിക്, അത് ആവശ്യമുള്ള സ്ഥലത്ത് മ്യൂസിക് കൊടുക്കുക, ആവശ്യമുള്ള സ്ഥലത്ത് വേണ്ട. അത് ഈ ഇമോഷണൽ സീൻ ആണെങ്കിൽ അതിന് ചിലപ്പോൾ വലിച്ചു നീട്ടി മ്യൂസിക് കൊടുക്കരുത്. ചിലപ്പോൾ നമുക്ക് ആ സീൻ ചിലപ്പോൾ ലാഗ് അടിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുത്തിയിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡയറക്ടറാണ്.
നമ്മളെ കാട്ടള മൂവിക്കകത്ത് കണ്ടിട്ടുള്ളതാണ്. കാട്ടള മൂവിക്കകത്ത് രവി ബസ്രൂരാണ് മ്യൂസിക് ഡയറക്ടർ ചെയ്ത. പൊന്നെ എന്നാ പറയാനാ, അതിൻ്റെ അകത്ത് അഴിച്ചു വിട്ടിരിക്കുകയാണ്. എന്നാ വേണേ ചെയ്തെന്ന് പറഞ്ഞ് അഴിച്ചു വിട്ടു. അത് വെറുതെ തല്ലിപ്പുളി, എന്താ പറയാ, വെറുപ്പിക്കണ ടൈപ്പായി പോയി. ആ ടൈപ്പാണ് പടം കാട്ടണം വന്നത്. ഇപ്പൊ ഇതിൽ സത്യം പറയാ പുള്ളിനെ കൺട്രോൾ ചെയ്യാൻ ആളുണ്ടെങ്കിൽ നല്ലപോലെ മ്യൂസിക് ചെയ്യും പുള്ളി. ഇതിൻ്റെ അകത്ത് കൺട്രോൾ ചെയ്യാൻ ആളില്ലാണ്ട് അഴിച്ചു വിട്ട കൂട്ടായി. അതുകൊണ്ട് ഭയങ്കര ബോറിംഗ് ആയിരുന്നു മ്യൂസിക്കും കാര്യങ്ങളും. പിന്നെ പറയാനുള്ളതാണെങ്കിൽ, പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഹാഫ് ഒരു നടി വരുന്നു, അവളെ പ്ലക്കി വിടുന്നു. രണ്ടാമത് വേറൊരു നടി വരുന്നു, അവളെയും പ്ലക്കി വിടുന്നു. മൂന്നാമതൊരു നടി വരുന്നു, അവളെ പ്ലക്കി വിടുന്നു. അപ്പൊ പ്ലക്കലിന്റെ കഥ. അതായത് ഫസ്റ്റ് ഹാഫ് ഫുള്ള് പ്ലക്കല്, പ്ലക്കി 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 പ്ലക്കി. അത് യാഷിന് മടുത്തില്ലെന്ന് തന്നെ തോന്നിപ്പോയി. സത്യം പറഞ്ഞ ഫാമിലിയൊക്കെ കേട്ടിട്ടുണ്ടോ? എന്റെ ഫ്രണ്ട് എന്ന് വെച്ചാൽ ഒരു റോയില്ലെങ്കിൽ ഫാമിലിയൊക്കെ, ഇവരൊക്കെ ഇത് എങ്ങനെ കണ്ടിട്ടിരുന്നെന്ന് അറിയാൻ പറ്റില്ല. എടാ ഇത് എന്താണ്, സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ വേണം അത് ഇല്ലാത്ത ഈ ഈ ടൈമിൽ ഇറങ്ങണ ഒട്ടുമിക്ക സിനിമയിൽ അങ്ങനെ ഉണ്ട്, അത് ആടിയിട്ട് പോകും. പക്ഷെ ആ സിനിമയുടെ നമുക്കൊരു ഇത് തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ ആ സിനിമയുടെ കണ്ടന്റ് അനുസരിച്ചുള്ള സീൻസ് ആണ് നമ്മൾ അതുപോലെ ആഡ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. ഇത് അങ്ങനെയില്ല. ജസ്റ്റ് വരുന്ന കാമപ്രാന്ത് മൂത്തടക്കുന്ന ഒരു നായകൻ, കാമപ്രാന്ത് മൂത്തടക്കുന്ന ഒരു നായകനും അതിനൊത്ത് വേവിലെന്ത് പിന്നെ കുറച്ച് നായികന്മാരും. പക്ഷെ അത്രേ പറയാനുള്ളൂ ഇതിന്റെ അകത്ത്. ഞാൻ യാഷ് ചെയ്തിരിക്കുന്ന ക്യാരക്ടറിനെ പറ്റി പറയാനാണെങ്കിൽ, ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലായിട്ട് വരുമ്പോൾ പൊന്നെ, വേറെ മറ്റൊരു റോൾ ഉണ്ടല്ലോ, ക്ലീശയൊക്കെ അടിച്ച റോള്, അത് മാത്രമാണ് യാഷിന്റെ പെർഫോമൻസിൽ എനിക്ക് ഏറ്റവും ഇച്ചിരി ബെറ്ററായിട്ട് തോന്നിയത്. അത് കിടിലം പെർഫോമൻസ് ആണ് ആ ഒരു ഇപ്പിൽ വന്നിട്ട്, ഭയങ്കരമായിട്ട് എനിക്ക് വർക്കായി. പിന്നെ സെക്കൻഡ് ഹാഫ് ഫുള്ള് ഒരു അച്ഛൻ മകൻ പാസം കയറ്റി ഒരുമാതിരി തൊലിച്ച്. അതിന്റെ ഇടക്ക് കുറെ ഇത് വെടിവെച്ച് കൊല്ലണം എന്താണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകന്. ഒരാളെ വെടിവെച്ച് കൊല്ലണം, ഇന്ന കാരണം കൊണ്ടാണ് വെടിവെച്ച് കൊല്ലണം, അത് എന്താണെന്ന് മനസ്സിലാക്കി തരണ്ടേ? അതും മനസ്സിലാക്കി, അല്ലെങ്കിൽ അതെന്താന്ന് പോലും മനസ്സിലാണല്ലോ നമുക്ക്. ഒരാളെ നേരെ ഒന്ന് കണ്ടു വെടിച്ചു കൊള്ളുന്നു, അടുത്ത സീനിൽ നേരെ ഒന്ന് വെടിവെച്ചു കൊള്ളുന്നു. എന്തിനാണ് വെടിവെച്ചു കൊല്ലണമെന്ന് മനസ്സിലാണല്ലോ. ആ ടൈപ്പിലാണ് പടത്തിന്റെ കഥ തന്നെ മുമ്പോട്ട് പോണത്. ഇതെങ്ങനെ ഈ പ്രൊഡ്യൂസറിനെ ഇംപ്രസ് ചെയ്തെന്ന് അറിയാൻ വേണ്ടി കഥ ഒരു പറഞ്ഞു. ജാഷ് പറഞ്ഞാൽ ഈ പടം കണ്ടിറങ്ങി എന്ത് നിന്ന് തോന്നുന്നു. ശരിക്കും ഇത് എന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നന്നായി പടം. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ആ പടത്തിന്റെ ഡ്യൂറേഷൻ, അത് ഏറ്റവും വലിയ കോമഡി. ഇത്രയും ഡ്യൂറേഷൻ എന്തിനാണ് ഈ തൊലിഞ്ഞ പടത്തിന്? 3 മണിക്കൂർ 15 മിനിറ്റ് ഒരു പടം ഉണ്ടാക്കി വെച്ചിരിക്കണേ. 3 മണിക്കൂർ. അത് അതുപോലെ കണ്ടന്റ് ഉണ്ടായ പടമാണെങ്കിൽ കുഴപ്പമില്ല. ഈ ഇപ്പൊ KGF പോലത്തെ ഒരു മാസ് പടം, അതിന് ആവശ്യത്തിന് മാസും ആവശ്യത്തിന് ക്ലാസും ആവശ്യത്തിന് ഇമോഷൻ എല്ലാം കൂടും നമുക്ക് കാണുന്ന പ്രശ്നം ഒരു കോരിത്തെരിപ്പിക്കുന്നതിന് കൊണ്ടുവന്ന മൂവിയാണ്. യാഷിന്റെ മുമ്പത്തെ പടമായതുകൊണ്ടാണ് എടുത്ത് പറയണ കേട്ടാ. അപ്പൊ അങ്ങനത്തെ ഒരു മൂവി ചെയ്ത ഡയറക്ടർ, അങ്ങനത്തെ മൂവി ചെയ്ത നടൻ മറ്റൊരു പടം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള പടമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലെ ഞാൻ കയറിയ. അപ്പൊ എന്തുകൊണ്ട് ഗീതു മോഹൻദാസിനെ ചൂസ് ചെയ്തെന്ന് കേട്ടപ്പോ ഞാനോർത്ത് ചിലപ്പോ ഇതിൽ ഇച്ചിട്ട് നല്ലപോലെ ചെയ്തിട്ടുണ്ടാവും. ഇതിനു മുമ്പ് ഗീതു മോഹൻദാസ് ചെയ്തിരിക്കുന്ന പടം മൂത്തോനാണ്. അത് വൻ പൊട്ടലാണ് പൊട്ടിയ കേരളത്തിൽ, പറയേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഡയറക്ടറിനെ ഒരു ഇത്തരം ഹൈ ബഡ്ജറ്റ്, 600-500 കോടി അങ്ങോട്ടാണ് ബഡ്ജറ്റ് തന്നെ പടത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇത്തരം ബഡ്ജറ്റ് കൊടുത്ത് ഏൽപ്പിക്കുമ്പോ എത്രത്തോളം ആ ഒരു വിശ്വാസത്തിലേക്ക് നീതി പുലർത്തും എന്നുള്ള ഒരു ഉണ്ടായിരുന്നു എൻ്റെ കയ്യില്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 500 കോടിയുടെ കാട്ടവരാതെ എടുത്ത് ചിലപ്പോ മുടക്കുമുതൽ കിട്ടുമായിരിക്കും. സത്യം പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല. ഈ പുഷ്പയൊക്കെ വിജയിപ്പിച്ച ടീമൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള. ഇനി അങ്ങനത്തെ കുറെ വാണങ്ങൾ മാറ്റമായ ടീമൊക്കെ ഉണ്ടല്ലോ കുറെ, അമാർക്ക് എന്ത് ജയിപ്പിക്കുമായിരിക്കും അറിയാമേ. എന്റെ പൊന്നെ കേരളത്തിൽ വൻ പൊട്ടണം, അത് ഉറപ്പായിട്ട് ഞാൻ പറയും. ഇതുപോലത്തെ ഒരു അവതാരം പിടിച്ച പടം വെറുപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്തിനും എടുത്തി വിട്ടാണോ ദൈവമേ. 3 മണിക്കൂർ പോകാൻ പെട്ട പാടെ എനിക്കറിയാം. ഇവിടെ ഒരു ഇമോഷൻ സീനാണ് വന്നത്. ആ ഇമോഷൻ സീൻ മലയാളം ഡബിങ്, അതാണ് ഏറ്റവും വലിയ തോൽവി. ഒരു നല്ല ടീമിന്റെ ആരെയും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ മലയാളം ഡബിങ്, എന്ത് തോന്നിയ ടീമിന്റെ കൊടുത്തിരിക്കണം. അതൊക്കെ ചിരിയാണ് തന്നെ. ഇപ്പൊ ഇമോഷൻ സീനൊക്കെ വരുമ്പോ മലയാളം ഡബ് ഇങ്ങനെ കേൾക്കുമ്പോ തന്നെ കോമഡി ആയിട്ടാണ് എല്ലാവർക്കും ചിരിക്കാണ്, പൊട്ടിച്ചിരിക്കാണ്. അയ്യോ, അങ്ങനെ ഒരു കാട്ടവരാതം പിടിച്ച് പടം ഞാൻ കണ്ടിറങ്ങി. എന്റെ ഓണം പോയി, തിരുവോണത്തിന് തന്നെ പോയി ഒരു സിനിമ കണ്ടേക്കാം. നമ്മളെ ജോലി അല്ലെങ്കിൽ നമ്മൾ ഇതായിട്ട് മുമ്പോട്ട് പോണ ഒരു വ്യക്തി ആയതുകൊണ്ട് ഇപ്പൊ കണ്ടിരിക്കും നമ്മൾ വസ്ത്രങ്ങൾ. രാവിലെ ഇവിടുത്തെ ഷോ ഇട്ടില്ല, 1:45 ഷോ ഇട്ടു. അപ്പൊ പോയി കണ്ട്. പക്ഷെ വരെ
നിങ്ങളുടെ പൈസ, നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് എത്ര വേണം, നിങ്ങൾക്ക് ഏത് രീതി വേണം ചിലവാക്കാനുള്ള അധികാരമുണ്ട്, റൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ അഭിപ്രായം മാത്രം പറയും. ഞാൻ എന്റെ പൈസ പോയി 185 രൂപ അതിപ്പോ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ അഭിപ്രായം മാത്രം പറയാം, കാണരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താ ചെയ്യാം. ഓക്കെ.